ഹലോ, നമ്മുടെ 19ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വർക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കാണാൻ പോകുന്നത്. സ്വല്പം വലുപ്പമുള്ള ഒരു ഫ്ലവർ ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് ഷെയ്ഡിങ് ആയിട്ട് അതിനെ തിരിച്ച് ഷെയ്ഡ് ചെയ്ത് ചെയ്യാവുന്ന ഒരു വർക്കാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ലോങ് ആൻഡ് ഷോർട്ട്. ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് സാധാരണ നമ്മൾ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പം ഒരു തീരെ ചെറിയ ഫ്ലവേഴ്സ് അല്ല, വലിയ ഫ്ലവേഴ്സുകൾ ചെയ്യാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഷെയ്ഡിങ്ങിൽ 2-3 കളറിലുള്ള ഷെയ്ഡിങ്ങിൽ ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ അത് ഞാനൊരു ചതുരത്തിൽ ആദ്യം ചെയ്ത് കാണിക്കാം. ഈ ഒരു ചതുരത്തിൽ ചെയ്യുന്ന കാണിക്കാം. അപ്പോൾ അതിനൊരു ഇടയ്ക്ക് ലൈൻ ഇടണമെന്നില്ല, എങ്കിലും ഒരു സാങ്കല്പികമായിട്ട് 2 ലൈൻ ഇവിടെ ഇടയ്ക്ക് ഇട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തും ചെയ്ത് കാണിക്കാം. അതേപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ മോഡലിൽ ഒരു സ്വല്പം വലിയതായിട്ടൊരെണ്ണം ചെയ്ത് കാണിക്കാം. ഇതിന് താഴോട്ട് നമ്മളൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലൊരു ഇത്രയും കൂടെ ഇങ്ങനൊരു ഫ്ലവറിൻ്റെ ഒരു പെറ്റലായിട്ട് കണക്കാക്കി ഇതിലും ചെയ്ത് കാണിക്കാം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ ഒരു ഇതിലാണ്, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഈ ചതുരത്തിലാണ്. അപ്പോൾ 3 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നിറത്തിലെ 3 ഇഴ നൂല് കൊണ്ടാണ് ആദ്യത്തെ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് തുടങ്ങുകയാണ്. ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ കുത്തി തുടങ്ങുന്നത്. പോർഷനിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഇനിയിപ്പോൾ അടുത്ത കുത്തുന്നത് ഇതിൻ്റെ ഈ ആദ്യം അകത്ത് വരച്ചിരിക്കുന്നതിലെ ആദ്യ ലൈനിലേക്കാണ്. ചെറിയൊരു സ്ട്രെയിറ്റ് ആയിട്ട് നേരെ കണ്ടില്ലേ, ഒരു ചെറിയൊരു ഇതാണ് വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഇത് ഷോർട്ട് എണ്ണം വരച്ചാൽ അതിനോട് ചേർന്ന് തന്നെ വേണം അടുത്തത് ചെയ്യാൻ. ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ തന്നെ ചെയ്യണം. നമ്മൾ സാറ്റിൻ സ്റ്റിച്ചൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഇതും ചെയ്യുന്നത്. ഇതിനകത്ത് പക്ഷേ ലോങ് ആൻഡ് ഷോർട്ടായിട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ ലോങ് ആൻഡ് ഷോർട്ട് എന്ന്. കണ്ടില്ലേ, അടുത്ത സ്റ്റിച്ച് നീളത്തിൽ താഴേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കുത്തി അടുപ്പിച്ച് തന്നെ ഗ്യാപ്പ് ഇല്ലാതെയാണ് ചെയ്യേണ്ടത്, എന്നാലേ അതിൻ്റെ ഒരു രസം വരത്തുള്ളൂ. ഇത് ഷോർട്ട്, ലോങ് കഴിഞ്ഞാൽ ഷോർട്ട്, പിന്നെയും അടുത്തത് വരുന്നത് ലോങ്. അങ്ങനെ ലോങ് ആൻഡ് ഷോർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയാണ് ഇതിൻ്റെ താഴോട്ട് ഭാഗത്തൂടെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഷെയ്ഡിങ് ഡിസൈന്, ഷെയ്ഡിങ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ചെയ്യാൻ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഒന്നിടവിട്ട ഇതിൽ വരുമ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, കാരണം അകത്തൊരു ഷോർട്ട് വരുന്നതിൻ്റെ ഗ്യാപ്പ് കണ്ടില്ലേ. ഒന്നിടവിട്ടുള്ളിടത്ത് ഈ താഴോട്ട് വരുന്നിടത്ത് ഗ്യാപ്പ് വരും, കാരണം ഈ ഇടയ്ക്കൊരു ഷോർട്ട് വരുന്നത് നമുക്ക് ഇങ്ങോട്ട് താഴോട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വരും. അങ്ങനെയാണ് അത് ശരിക്കും ചെയ്യുന്നത്. അത് ബാക്കി ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഇനിയിപ്പോൾ അടുപ്പിച്ച് തന്നെ ഒരു ഷോർട്ട് ചെയ്യുന്നു. ഇത്രയും എല്ലാവർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഷോർട്ട് ചെയ്യുക, ലോങ് ചെയ്യുക, ഷോർട്ട് ചെയ്യുക, ലോങ് ചെയ്യുക, അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത്രയും നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എങ്കിൽ ഇനിയിപ്പോൾ ഞാനിതങ്ങ് ചെയ്ത് തീർത്തിട്ട് നിങ്ങളെ കാണിക്കാം. ബാക്കി കണ്ടില്ലേ, ഒരു ലോങ് ഒരു ഷോർട്ട്, ഒരു ലോങ് ഒരു ഷോർട്ട്, അങ്ങനെയാണ് ചെയ്യുന്നത്, സാറ്റിൻ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആദ്യത്തെ ആ ചതുരത്തിൽ ഫുള്ള് ഇതുണ്ട് ലോങ് ആൻഡ് ഷോർട്ട് വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ് ആ കളറിൽ. ഇനി അടുത്തതായിട്ട് വേറൊരു നിറത്തിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ 2 കളറുകൾ എടുക്കും. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ നിറങ്ങളിൽ ആ കോമ്പിനേഷനിലുള്ള എടുക്കുക, കാരണം മുകളിലത്തെ ആ നിറത്തിനോട് ഷെയ്ഡിങ് ആയിട്ട് നമ്മൾക്ക് പൂവുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ നിറങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നൊരു നാച്ചുറലായിട്ട് തോന്നും. ഇതിപ്പോൾ ഞാനിങ്ങനെ 2 നിറങ്ങൾ എടുക്കുന്ന ഒരു ഫ്ലവറായിട്ട് അല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് 3 ഇഴ നൂല് ഈ ബ്ലൂ കളറിൽ എടുത്തിരിക്കുന്നു. ഇത് ഇനിയിപ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴെ നിന്നാണ് കുത്തുന്നത്. താഴത്തെ ഈ ലൈനിൽ നിന്ന് കുത്തി എവിടെയാണ് നമ്മളുടെ ഇതുണ്ട് ഷോർട്ടായിട്ട് നിൽക്കുന്നിടത്തോട്ട്, മുകളിലത്തെ ഷോർട്ടായിട്ട് നിൽക്കുന്നിടത്തോട്ട് നമ്മൾ താഴെ നിന്ന് ലോങ് കൊടുക്കണം. മനസ്സിലായില്ലേ? ഷോർട്ടായിട്ട് നിൽക്കുന്നിടത്തോട്ട് ലോങ് കൊടുക്കുക. ഇവിടെ താഴെ നമ്മൾ ഷോർട്ട് ആൻഡ് ലോങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇത് മുകളിൽ ചെയ്ത പോലെ തന്നെ സാറ്റൻ ചെയ്യുന്ന പോലെ അടുപ്പിച്ച് ചെയ്യുക, ഗ്യാപ്പ് ഇല്ലാതെ. അടുത്തത് വരുന്നത് ഷോർട്ട്. ആ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ ലോങ് ചെയ്തതിൻ്റെ ആ ചുവട്ടിലേക്കാണ് കൊണ്ടുവന്ന് ഷോർട്ട് നിൽക്കേണ്ടത്. കണ്ടോ? ഇനിയിപ്പോൾ ലോങ് അടുത്ത വരുന്നത്. ലോങ് വരുന്നതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഇത് ഷോർട്ടായിട്ട് വരുന്നിടത്തേക്കാണ് ലോങ് കൊണ്ടുവന്ന് നമ്മൾ നിർത്തേണ്ടത്. അതായത് ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കായിട്ട് ഇവിടെയാണ് നമ്മുടെ ഷോർട്ട് മുകളിലത്തെ നിൽക്കുന്നത്, അവിടേക്ക്. അതായത് നമ്മുടെ മുകളിലത്തെ ലൈന്, അകത്ത് 2 ലൈൻ വരച്ചിരിക്കുന്നതിന് മുകളിലത്തെ ആ ലൈനിലേക്കാണ് പോകുന്നത്, താഴത്തെ ലൈനിലേക്കാണ് ഷോർട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഷോർട്ട് കുത്തുന്നത് ഈ ഒരു ഇവിടേക്ക്
ഈ മുകളിലത്തെ ആ ചെയ്തപ്പോൾ ഉള്ള ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ ലോങ്ങുകൾ വിടുന്നത്. മുകളിലത്തെ ഷോട്ടിൻ്റെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താണ് താഴത്തെ ലോങ്ങുകൾ പോകുന്നത്. കണ്ടോ? അങ്ങനെ ഇതിപ്പം ക്ലിയർ ആയില്ലേ? അപ്പം ഇതിങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്ത പോലെയാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ നാച്ചുറൽ സാധാരണ നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ കാണുന്ന നിറങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു ഇത് തോന്നുകയില്ല. ഞാൻ വെറുതെ ഇതൊരു സ്ക്വയർ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഫ്ലവേഴ്സിൻ്റെ സാധാരണ കാണുന്ന നിറങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ തന്നെ വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2 ഷെയ്ഡിങ്ങേ വന്നുള്ളൂ. ഫ്ലവേഴ്സിനൊക്കെ ചിലപ്പോൾ ഡാർക്ക് കളർ ലൈറ്റ് അങ്ങനെയൊക്കെ സെൻറ്ററിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ലൈറ്റ് കളറിൻ്റെ പെറ്റലിൻ്റെ സൈഡിൽ വന്നിട്ട് അകത്തേക്ക് ഡാർക്ക് കളറൊക്കെ ആയിട്ട് 2 or 3 നിറങ്ങളിൽ വേണമെങ്കിലും നമുക്കിത് ഷെയ്ഡ് ചെയ്യാം. പെറ്റലിൻ്റെ വലുപ്പം കൂടുതലനുസരിച്ച് പെറ്റലിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് 2 or 3 or 4 നിറങ്ങളിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് പോകാവുന്നതാണ്. ഇതിനകത്ത് ഞാനൊരു 3 ഷെയ്ഡ് ഇട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇത് കണ്ടില്ല, ഇടയ്ക്ക് ക്ലോത്ത് കാണത്തില്ലാത്ത പോലെ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഷോർട്ടും ലോങ്ങും നീട്ടി കൊടുത്താൽ മതി. അഥവാ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരുന്ന പോലെ തോന്നുവാണെങ്കിൽ അവിടെ 2 ലോങ് കുത്തിയാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഇപ്പം നമുക്ക് ഡിസൈൻ ഇതിപ്പം സംഭവം ഇതിങ്ങനെ ഒരു തവണ ലോങ്ങോ ഒരു ഷോർട്ടോ അങ്ങനെ ആണെങ്കിൽ പോലും ഇടയ്ക്ക് അതൊരു ഗ്യാപ്പ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 2 തവണ ലോങ്ങ് കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിനകത്തൊരു ഭംഗിയല്ലേ വേണ്ടത്. ഇതുണ്ടല്ലോ, ഇവിടെ ഞാനിപ്പോൾ അതങ്ങനെ കാണിക്കുകയാണ്. ഇവിടെ 2 ലോങ് ഞാൻ അടുപ്പിച്ച് ചെയ്തു. കാരണം അവിടെ ഇച്ചിരി ഗ്യാപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ ഒരു 2 ലോങ് അടുപ്പിച്ച് ചെയ്തു. പിന്നെ ഷോർട്ട് ചെയ്യുവാണ്. അങ്ങനെ നമുക്ക് ഇതിപ്പം മനസ്സിലായില്ല സംഭവം. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ശേഷം ഇതിൽ 3 കളർ ത്രെഡ് ഇട്ട് ഷെയ്ഡിങ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഞാനങ്ങ് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്ക് ഇവിടെ ഞാനിത് ഇടല്ലേ, സാറ്റിൻ പോലെ 2 ഷെയ്ഡിങ്ങിലാണ് ഇത് വരുന്നത്. ആദ്യത്തെ വർക്ക് ഇങ്ങനെ ചെയ്ത് തീർത്തു. ഇനി ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത്, ഫ്ലവറിൻ്റെ പെറ്റൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ഒരു ഫ്ലവറിന് ഞാൻ പറഞ്ഞില്ല 3 ഷെയ്ഡിങ്ങാണ് വരുന്നത്. ഈ ഒരു ഫ്ലവറിന് ഞാൻ 3 ഷെയ്ഡിങ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു സെൻറ്ററിൽ വരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ലോങ് ആൻഡ് ഷോർട്ടായിട്ട് കൊടുത്താൽ നമുക്ക് ശരിയാകില്ല. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ ആദ്യം ഒരു ലൈറ്റ് കളറിൽ ഇതിൻ്റെ ഏറ്റവും വെളിയിലുള്ള ഇത് ചെയ്യുകയാണ്. അത് ഈ മുകളിൽ നിന്ന് ഞാൻ അല്ല തുടങ്ങുന്നത്. കാരണം ഇതിന് ചെറുപ്പം ഇതുണ്ടല്ലോ, ഈ സൈഡിലല്ലേ ഇതിന് വലുപ്പം കുറവായിട്ട് വരുന്നത്. അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഷേപ്പ് കിട്ടാതെ വരും. അതുകൊണ്ട് ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി ഇവിടെ ഒരു ഷോട്ട് ഞാൻ ചെയ്ത് വിടുകയാണ്. ഇവിടെ ഒരു ഷോട്ട് ചെയ്തു. ഇനിയിപ്പം ലോങ് അടുത്ത ചേർത്ത് തന്നെ കുത്തി ലോങ് ഈ ഒരു ലൈനിലേക്ക്, അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ആ ഒരു ലൈനിലേക്ക് ലോങ് ചെയ്യുന്നു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പോർഷൻ ആദ്യത്തെ നമ്മളത് ചെയ്ത പോലെ തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഷോർട്ട് ചെയ്യുന്നു, ലോങ് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുന്നു, ലോങ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പിനനുസരിച്ച് നമ്മൾക്ക് സെൻറ്ററിലൊക്കെ വരുമ്പം ഇതിന് നീളം കൂട്ടി കൊടുക്കണം. അതിൻ്റെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ വരയുടെ അനുസരിച്ച് നീട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഡൗട്ടിനൊന്നും കാര്യമില്ല. കാരണം സെയിം തന്നെയാണ്, ലോങ്ങും ഷോർട്ടുമാണ്. ഇത് ഞാൻ അപ്പോൾ അങ്ങ് ചെയ്ത് തീർന്നിട്ടിനി നിങ്ങളെ കാണിക്കാം. ഷോർട്ട് ലോങ്ങും അങ്ങ് ചെയ്യുവാണ് ഞാൻ. ഇപ്പോൾ ഞാനിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ, ഇതിപ്പോൾ ഷോർട്ടിൽ നിന്ന് ചെയ്തത് നമ്മുടെ ഇനി വരെ ലൈനിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആയിട്ട് കൊണ്ട് നിർത്തുവാണ്. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടിൽ നിന്ന് ചെയ്യുന്നത് ഇനി വരെ കൊണ്ട് എത്തിച്ചായിരുന്നല്ലോ നിർത്തുന്നത്. പക്ഷേ ഇതിപ്പോൾ ഷോർട്ടിൽ നിന്ന് ചെയ്യുന്നത് നമ്മൾ ഇനി വരെ കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ നേരെ ഇട കണ്ട് അവിടെ നിർത്തുകയാണ്. ഇത് ഷോർട്ടിൽ നിന്നുള്ളതാണ്. ഇനി ലോങ്ങിൽ നിന്നുള്ളത് നമ്മൾ ഇങ്ങനെ കുത്തി മുകളിലത്തെ ലോങ്ങിൽ നിന്നുള്ളത് കുത്തിയെടുത്ത് നമ്മളുടെ ആ വരച്ച ആ ലൈനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. അത് ഒന്നുകൂടെ ഒരു ലോങ് കൂടെ ചെയ്താൽ ആ ഗ്യാപ്പ് അങ്ങ് ഫില്ലായി പോകും. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് ചെയ്യുമ്പോൾ വൃത്തി വരാൻ വേണ്ടി ഗ്യാപ്പ് വന്നാൽ അവിടെ 2 എണ്ണം കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഷോർട്ടിൻ്റെ അവിടെ നിന്ന് കുത്തുന്നത് ഇതിൻ്റെ പകുതി കൊണ്ട് നിർത്തണം. പകുതി കൊണ്ട് നിർത്തി ഇവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ ശരിക്കും ഫലത്തിൽ വരുമ്പം നമ്മുടെ ഇതിനും ഈ താഴത്തേനും ഒരേ നീളം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കുത്തുമ്പോൾ വരുന്നത്. പക്ഷേ നമ്മൾ ഷോർട്ടും ലോങ്ങുമായിട്ട് അല്ല ചെയ്യുന്നതെങ്കിലും കയറ്റിയ ഇറക്കത്തിലും ചെയ്യുന്നത് കൊണ്ട് ലോങ് ഷോർട്ട് പോലെ തോന്നുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 2നും ഒരേ നീളത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ലോങ്ങിൽ നിന്നുള്ളത് നമ്മുടെ താഴത്തെ ലൈൻ വരെ കൊണ്ടുപോകുന്നു. ഷോർട്ടിൽ നിന്നുള്ളത് നമ്മളുടെ ലൈനിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്തുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്.
ലോങ്ങിൽ നിന്നുള്ളതാണ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? ലോങ്ങിൽ നിന്നുള്ളത് താഴെ വരെ കൊണ്ടുപോകുന്നു. ലോങ്ങിൽ നിന്നുള്ളത് താഴെ വരെ കൊണ്ടുപോകുന്നു. ഷോർട്ടിൽ നിന്നുള്ളത് ഇട കൊണ്ട് നിർത്തുന്നു. ഇതിപ്പം ക്ലിയർ ആയല്ലോ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇതിലും ഡാർക്ക് ഒരു നിറം കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ ഇട വരുന്ന നമ്മൾ ഈ പകുതിക്ക് കൊണ്ട് നിർത്തുന്ന അവിടേക്ക് കയറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. ഇല്ലല്ലേ? ഇത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ ഇതങ്ങ് ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം. ഇനിയിപ്പോൾ ഞാൻ മുഴുവൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലവറിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതിലും ഡാർക്ക് കളർ റെഡ് കളറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ആ മൂന്നാമത്തെ ലൈനൂടെ ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റിലത്തെ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഡാർക്ക് റെഡ് മെറൂണിനോട് അതുപോലത്തെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. 3 നൂലാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മൾ ഇതേപോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. താഴത്തെ ഇതിൽ നിന്ന് തുടങ്ങി ഈ ഷോർട്ടായിട്ടിരിക്കുന്ന അവിടേക്ക് ഒരു ലോങ് ആയിട്ടാണ് ചെയ്യുന്നത്. ലോങ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വിടുന്നത്. താഴ്വശം സ്ട്രെയിറ്റ് ആയിട്ട് വിടുന്നു. ഈ അടുത്തത് കുത്തി നമ്മൾ ഇവിടെ ഷോർട്ടായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഇതിലേക്ക് കുത്തുന്നു. അടുത്തത് ഇത് ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നാൽ അവിടെ ഒരെണ്ണം കൂടെ അങ്ങ് ചെയ്ത് അതൊന്ന് ഫില്ല് ചെയ്ത് വിട്ടാൽ മതി. നമ്മൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ വരാനായിട്ട് ഇവിടെ ഗ്യാപ്പ് വരുന്നിടത്തോട്ട് ഒരു ഷോട്ട് കൂടെ കൊടുത്തങ്ങ് ഞാൻ ചെയ്യുകയാണ്. ഒരു ഷോട്ട് ഒരു ലോങ് ആണ് വിടേണ്ടതെങ്കിൽ പോലും ഗ്യാപ്പ് വരുമ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇതല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഈ നീട്ടി ഇതിനകത്തേക്കാണ് ലോങ് ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഷോർട്ട്. ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോങ്ങോ ഷോർട്ടോ ഇവിടെ ഏതാണ് ചെയ്താൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്ത് വിട്ടാൽ മതി. ഇനിയിപ്പോൾ ലോങ് വിടുകയാണ്. ലോങ് വിടുന്നത് ഈ ഒരു ഗ്യാപ്പിൽ ഇവിടേക്കാണ് വരേണ്ടത്. അടുത്ത ഷോർട്ട്. ഇങ്ങനെ ഷോർട്ടും ലോങ്ങും ചെയ്ത് നമുക്ക് ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് എടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ശരിക്കും ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പല ഷെയ്ഡിൽ സെൻറ്ററിൽ നിന്ന് ഡാർക്ക് കളർ തുടങ്ങി ഇച്ചിരി ലൈറ്റായി അങ്ങനെ പോകുന്ന പോലെ ഷെയ്ഡിങ്ങിൽ വരും. ഇത് എത്ര വലിയ ഒരു ഫ്ലവറാണെങ്കിലും നമുക്ക് അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പല പല ഷെയ്ഡിൽ കൊടുക്കാം. ഒരേ ഷെയ്ഡ് വേണമെങ്കിൽ രണ്ടെണ്ണത്തിടത്ത് കൊടുത്ത് സെൻറ്റർ ഭാഗത്ത് ഇച്ചിരി ഏറെ നീളത്തിലാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ചെയ്ത് തീർന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പെറ്റൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുണ്ടല്ലേ, ഒരുവിധം നെയ്തെടുത്ത പോലെ ഇരിക്കും. ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് ഒറ്റയടിക്ക് നോക്കിയാൽ ആർക്കും മനസ്സിലാകുകയില്ല. അതുപോലെയാണ് ഈ ലോങ് ആൻഡ് ഷോർട്ട് ഇങ്ങനെ 2-3 ഷെയ്ഡിലൊക്കെ വരുമ്പോൾ പല ഷെയ്ഡിൽ നമുക്കിങ്ങനെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് ഈ 2 ഷെയ്ഡിൽ ചെയ്ത ഫ്ലവേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. വലിയ ഫ്ലവറുകൾക്ക് മാത്രമേ ചെയ്യാവുന്നൊന്നുമില്ല. ഇതുണ്ടല്ലോ, ഇത് ഞാൻ ചെറിയ ഫ്ലവറുകളും ഇത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ 2 ഷെയ്ഡിങ്ങിൽ ചെറിയ ഫ്ലവറുകൾ ചെയ്തതാണ്. വലിയ ഫ്ലവറും 2 ഷെയ്ഡിങ് ചെയ്യാവുന്നതാണ്. ഇത് വലിയൊരു ഫ്ലവർ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് 2 ഷെയ്ഡിങ്ങേ ഇതിന് ചെയ്തിട്ടുള്ളൂ. ഇതുണ്ടല്ലോ, അതിൻ്റെ ലീഫും അതിൻ്റെ മുട്ടും എല്ലാം ലോങ് ആൻഡ് ഷോർട്ടിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ സ്റ്റെമ്മ് ചെയിൻ സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.